Today's our session is 3 methods to reprogram your life. Reprogram എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് നമ്മളൊന്ന് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ differently program. So currently we are having an existing system, so we are identifying some errors with that system. So what we are doing is we are trying to improve the existing system. So that process is known as reprogramming. So we'll go to the next slide. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ ഒരു പ്രസന്റേഷൻ ആണിത്. വളരെ ചുരുങ്ങിയ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യാൻ സാധിക്കും. അതിൽ ഞാൻ ഒരു അഭിപ്രായം പറയാൻ വെച്ചാൽ പാർട്ടിസിപ്പൻസ് നിങ്ങൾ യു ഹാവ് ടു ബി ആക്റ്റീവ് ഇൻ ദിസ് സെഷൻ. പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി. വൈസ്ലി യൂസ് ടെക്സ്റ്റ് ബോക്സ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ തംസ് അപ്പ് അങ്ങനെ നല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ തംസ് അപ്പോ അങ്ങനെ രീതിയിൽ പ്ലീസ് ബി ആക്റ്റീവ് ഇൻ ദ സെഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആകെ 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇഫ് യു ഹാവ് സം അർജന്റ് എമർജൻസി കോൾസ് യു ക്യാൻ അറ്റൻഡ് ദോസ് കോൾസ്. Otherwise you be with the session only, because these are the main criteria we are going to discuss. Definitely you will be having some advantage also from this session. Okay, yeah. എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ശ്രീനി ദയവായിട്ട് ഒന്ന് പിന്നെ ഹൈലൈറ്റ് ചെയ്യണേ. ഞാൻ അതിനനുസരിച്ചിട്ട് പിന്നെ മാനേജ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് ഈ ഒരു 3 കാര്യങ്ങൾ: ഡെവലപ്പ് യുവർ കോൺസെൻട്രേഷൻ, ഡെവലപ്പ് യുവർ വിൽ പവർ, സ്പെൻഡ് യുവർ എനർജി വൈസ്ലി. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്ന് കോൺസെൻട്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. അത് വാട്ട് എവർ ദ ഫീൽഡ് യു ആർ വർക്കിംഗ് വിത്ത്, ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് കോൺസെൻട്രേഷൻ, it is going to be an added advantage. എപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് കോൺസെൻട്രേഷൻ. അതേപോലെ തന്നെ ശ്രദ്ധ, അതിനുപരിയായിട്ട് നമുക്കൊരു വിൽ പവർ വേണം എപ്പോഴും. So willpower is the next second factor which is going to influence positively our life. So this is the second thing. And the third thing is spend your energy wisely. നമുക്കെല്ലാ എല്ലാവർക്കും ഒരു എനർജി ലെവൽ ഉണ്ടാവും. അത് എങ്ങനെ നല്ല മനോഹരമായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so first is develop your concentration. So concentration, the word definition, it goes through 3 statements. One is about the awareness, next is one thing at a time, next is extended period of time. If we are comparing all these 3 factors together, then it is known as a concentration. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മുടെ അച്ഛനമ്മമാരായോ സ്കൂളിൽ നിന്നായാലോ, they will be complaining us that you have to concentrate on your studies, you have to study well, you have to concentrate, why you are not concentrating. So these are the complaints we are getting regularly from schools. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം, വീട്ടിൽ നിന്നൊക്കെ സ്ഥിരമായിട്ടുള്ള കംപ്ലൈന്റ് ആണ്, നിനക്കൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചുകൂടാ, എന്തെന്നാണ് അവനെ കണ്ടുപിടിക്കൂടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കംപ്ലൈന്റ്സ് ആണ് നമുക്ക് എപ്പോഴും. പക്ഷെ നമ്മൾ ഒരിക്കലും ആരും പറഞ്ഞിരുന്നില്ല ഹൗ ടു കോൺസെൻട്രേറ്റ്. ആൻഡ് അതാണ് ഏറ്റവും വലിയ ലിമിറ്റേഷൻ. ഹൗ ടു കോൺസെൻട്രേറ്റ് അത് നോ വൺ ടീച്ചേഴ്സ്, ബട്ട് ദേ കംപ്ലൈൻ യു ഹാവ് ടു കോൺസെൻട്രേറ്റ്. അങ്ങനെ നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ്സ് കേൾക്കാം, പക്ഷെ അവരൊരിക്കലും പറഞ്ഞിരുന്നില്ല എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നതിന്റെ കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ 2 ഘടകങ്ങളാണെന്നുള്ളത്. ഒന്ന്, we should understand how to concentrate. Next, we have to make it as a practice. Continuously should make it as a practice. നമ്മൾ ഈ കോൺസെൻട്രേഷൻ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഡ് ആണ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ we are continuously practicing distraction. നമ്മൾക്ക് എപ്പോഴും ഡിസ്ട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ത്രൂ ഔട്ട് അവർ ലൈഫ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഒരിക്കലും അതിന് പിന്നെ പ്രത്യേകിച്ച് പിന്നെ അസിസ്റ്റൻസ് ഒന്നും വേണ്ട. ഓട്ടോമാറ്റിക്കലി വി ആർ പ്രാക്ടീസിങ് ഡിസ്ട്രാക്ഷൻ ത്രൂ ഔട്ട് അവർ ലൈഫ്. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഇപ്പം ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ടി വി വെച്ചിട്ട് ഐ വിൽ വാച്ച് ടി വി ആൻഡ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറയാണ്. അപ്പോൾ ഞാൻ ടി വി വെച്ചു, ദർ ഇസ് എ ഫിലിം ഓർ സംതിങ് ഇസ് ഗോയിങ് ഓൺ, സോങ് സംതിങ് ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അമ്മ ഇപ്പം പ്ലേറ്റിൽ പിന്നെ ഭക്ഷണമൊക്കെ തന്നു. സോ വി സ്റ്റാർട്ടഡ് ഹാവിങ് ഫുഡ്, വാച്ചിങ് അവർ ടെലിവിഷൻ. ഓക്കെ, സോ ഫിലിം ഈസ് ഗോയിങ് ഓൺ. ശ്രീനി, എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ കേട്ടാ. ഓക്കെ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ ശ്രീനി. ഓക്കെ ഓക്കെ, അപ്പം ടു റീസൺസ് നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങിയാണ്. സോ ഐ എം വാച്ചിങ് ടി വി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോഴാണ് താഴെ തന്നെ ന്യൂസ്, നമ്മുടെ ഹെഡ്ലൈൻസ്, ന്യൂസ് നമ്മുടെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഒക്കെ വരാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധ, ഇപ്പം ഞാനും ഭക്ഷണം കഴിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാനിപ്പോൾ ടി വി കാണാൻ തുടങ്ങി, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഐ എം വാച്ചിങ് ടി വി, അഗൈൻ ദർ ഇസ് എ ഹെഡ്ലൈൻസ്, ന്യൂസ് ഹെഡ്ലൈൻസ് ആർ ഗോയിങ് ഓൺ. അപ്പോൾ പുറത്തെന്തോ പിന്നെ സാധനം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ അമ്മ എടാ നീ നോക്കടാ, മീൻ നോക്കടാ, എന്താ മീൻ നോക്കടാ. അപ്പോൾ എന്റെ ശ്രദ്ധ അങ്ങോട്ട് വയ്യോ, എന്താ മീൻ, അങ്ങനെ രീതിയിൽ. അപ്പം നമ്മളിപ്പോ പ്രത്യേകിച്ച് സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺട്രോള് കിട്ടുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞു, ആ സംഭവമൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്, ഞാൻ ഏതാ ശ്രദ്ധിക്കേണ്ടത്. ഫിലിം കാണണം, ഐ ഹാവ് ടു വാച്ച് ഫിലിംസ്. അഗൈൻ ദർ ആർ സം ന്യൂസ് headlines, there are some instructions from my mother to get something from outside, and I'm having food also. അപ്പോൾ അവസാനം ഓക്കെ, ആ ഒരു ഇൻസ്റ്റൻസ് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഞാൻ പിന്നെ ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് പ്ലേറ്റ് അവിടെ ഒക്കെയാണ്. അപ്പൊ അമ്മ എന്നോട് ചോദിക്കുകയാണ്, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു, കറിയൊക്കെ എങ്ങനെയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്താ അയ്യോ കറിയാ, എന്താ കറി, ആ രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം വെച്ചിട്ട് 5 മിനിറ്റ് മുമ്പേ കഴിഞ്ഞ സംഭവമാണ്. But I'm unable to remember that what I really had. So what was the curry, what was the item I had, I'm unable to recollect it. അപ്പോൾ ഞാൻ അശ്രദ്ധയിൽ, I was completely distracted. അപ്പോൾ ഞാൻ ശ്രദ്ധയില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. We are continuously practicing distractions, but we never taught to practice how to concentrate. So what we have to do is, we have to put our effort in our small objects. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ തുടങ്ങുക. For example, if I am having tea, concentrate on tea only. Don't concentrate on something else. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാൾ നമ്മളോട് സംസാരിക്കും, പക്ഷെ അവർ ഐ കോണ്ടാക്ട് ഒക്കെ വേറെ എവിടെയായിരിക്കും. He won't be seeing us, he will be thinking something else and will just talking to us. ആ രീതിയിലല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെറിയ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ ചെലുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എവൻച്വലി നമ്മൾ ഇന്നോ നാളെയോ അല്ല, ആഫ്റ്റർ 1 week you will be having can't hear anything. We started twice a year to very not slow and conversation latest years. Okay. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ each and every small objects we have to start our attention. അപ്പോൾ നമ്മൾ eventually നമ്മൾ ശ്രദ്ധ കൂടി വരും. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ you can see a noticeable difference. After 1 month there is a higher difference. After a year there is a huge difference. ഈ ലെവലിൽ നമ്മളുടെ ശ്രദ്ധ നമുക്ക് വളരെയധികം വർദ്ധിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. ഓക്കെ, സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ, നെക്സ്റ്റ് ടോപ്പിക്. Yes, so this is the next point, develop your willpower. So
So willpower is like a muscle. നമുക്കറിയാം muscle building process. ഒരു ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തി ഒരു മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ how consistently he has to work. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വേണം. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് സപ്ലൈൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മസിൽ ബിൽഡിംഗ് പ്രോസസ്സ് നടക്കൂ. ഇതേപോലെ തന്നെ വിൽ പവറും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പ്രധാന കാര്യങ്ങൾ ദിസ് വിൽ കം ഇൻ ടു പിക്ചർ. ഒന്ന് വെച്ചാൽ ഫിനിഷ് വാട്ട് യു ബിഗിൻ. നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫിനിഷ് ചെയ്യാൻ സാധിക്കണം നമുക്ക്. അതിന്റെ ഇടയിൽ വിട്ടിട്ട് ആക്ടിവിറ്റിന്റെ ഇടയിൽ വിട്ടിട്ട് പോകരുത്. രണ്ടാമത്തെ വെച്ചാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. വി ഷുഡ് കോൺട്രിബ്യൂട്ട് ബിയോണ്ട് ദ എക്സ്പെക്ടേഷൻ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെക്കാട്ടും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിനെക്കാട്ടും ഒരു സ്റ്റെപ്പും കൂടി അധികം ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു പുഷപ്പ് എടുക്കുകയാണെന്നിരിക്കുക. അപ്പം 10 ടാർഗറ്റ്. 10 വിട്ടിട്ട് 10 നമ്മൾ നിർത്തരുത്, 11 12 ചെയ്യുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് വിൽ സ്റ്റാർട്ട് സപ്പോർട്ടിങ് us saying that you should not restrict like that, you should expand. So that process is known as willpower development. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ റിക്കറിങ് ഈവൻസിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ റിക്കർ ചെയ്യുന്ന ഈവൻസിലെല്ലാം ഈ പ്രാക്ടീസിന് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ഓഫീസ്, so this is your expectation from you, so but you are started contributing more than that the expectation, so automatically the dependency will increase. So it means that your willpower increases, so consistently your dependency so increases. So idana oru willpower develop cheyan vendittulla oru idea. Adutha point, okay, spend your energy wisely. So നമ്മൾ ഈ എനർജി ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. We have finite amount of energy every day. Okay, if you see this picture, this is the sunrise, so this is the afternoon time, so this is the night. So energy level നമുക്ക് നോക്കാം, ഇതിങ്ങനെ കുറഞ്ഞു വരും. So in the morning we will be having this much of energy, and again the afternoon, so this is going to be the energy level, and finally we are having the very lower energy level, so that we are going to sleep after in the night, gaining back the energy level. So ഈ ഒരു രീതിയിലാണ് ശരിക്കും നമ്മളുടെ എനർജി ലെവൽ ഉണ്ടാവാറ്. So when we start analyzing our energy level, and when we start investing it properly, just like money only, so money actually we will be using it very wisely invested, right? We will not invest just like that. So we will be understanding what is the pros and cons if you are investing some money, some shares or something like that. So appo nammal invest money ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യില്ലേ, ഇതേ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് ലാഭം കിട്ടും, ഇതേ രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി നഷ്ടമായിരിക്കും. ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ എനർജി യൂട്ടിലൈസേഷനിലും ഉണ്ടാവണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഫോർ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഞാനിപ്പോൾ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കുകയാണ്, ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ രാവിലത്തെ രീതിയിൽ എൻ്റെ ആക്ടിവിറ്റീസിന് പ്രയോറിറ്റൈസ് ചെയ്യണം. എന്തൊക്കെയാണ് ഇന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എവിടെയൊക്കെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഏതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏരിയാസ്, ഇങ്ങനെ ആക്ടിവിറ്റീസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനുശേഷം ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ അങ്ങനെയല്ല, പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രാവിലെ തന്നെ വീട്ടിൽ ഒരു ദോശയും ചട്നിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുക. സോ വിൽ സ്റ്റാർട്ട് arguing with family, so why you have prepared this is a food, I don't like this, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ കറി എനിക്ക് ഇഷ്ടമല്ല, എന്തിനു ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, കുറെ എനർജി ലെവൽ നമ്മളവിടെ കൺസംഷൻ വരും. അപ്പൊ അങ്ങനെ ആകുമ്പോഴും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ തന്നെ in the beginning of the day itself you will be having the lower energy level. പിന്നീട് ആ ദിവസം നമുക്ക് അൾട്ടിമേറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എനർജീനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ആരോടൊക്കെ നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, പോസിറ്റീവ് പീപ്പിൾ ആണെങ്കിൽ അവരുടെയൊക്കെ പോയിട്ട് ഇൻഫോർമേഷൻ കിട്ടാൻ ശ്രദ്ധിക്കുക. വൈസ്ലി എനർജി ലെവലിനെ ഉപയോഗിക്കാൻ പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്.
spend your energy wisely. So we are going to the last slide of the presentation. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. Last. So develop your this okay. So the conclusion slide ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമുക്കൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമോ ലൈഫിലുള്ളൂ എന്നല്ലേ പിന്നെ ഒരു ആശയം മനസ്സിൽ വന്നാൽ തന്നെ കാര്യങ്ങളൊക്കെ നേരെ പോകും. എന്താ വെച്ചാൽ പർപ്പസ് ഓഫ് ലൈഫ്, അണ്ടർസ്റ്റാൻഡ് ദി പർപ്പസ് ഓഫ് ലൈഫ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. If you are not understanding that I am having a limited amount of period of time, so I will be spending my energy unnecessarily. So I won't be having any kind of plans. I won't be having any kind of things which is required for the life. Well, we have to understand what is the purpose of life. This understand ആവണമെങ്കിൽ നമ്മൾ we should start spending time with ourselves. നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ സ്ലൈഡിൽ we have seen the last slide. So we are having the maximum energy level in the morning. So in the morning itself, we should start spending a reasonably good amount of time to understand ourselves. So who am I? What is my purpose of life? So അതിന് just ഒരു ലളിതമായിട്ടുള്ള എക്സാമ്പിൾ. So if you have to travel from for example Mysore to Bangalore, so this is your purpose. But if you are not understanding what is the purpose of life, so you just wandered to Bombay, okay, you are going to Bombay. So from there you are realizing that you have to go to Bangalore. So from Mysore to Bangalore, the distance is 100 kilometers, maximum 150 kilometers. But unnecessarily you are traveling thousands of kilometers just for reaching your destination. So this is very important. Understand your life, understand the purpose of life. അപ്പം ഇതിപ്പോൾ അണ്ടർസ്റ്റാൻഡ് ആയെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ് അണ്ടർസ്റ്റാൻഡ് ആയെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ ഉണ്ടാവും, വിൽ പവർ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മളുടെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സാധിക്കും. ഇഫ് യു ആർ റിയലൈസിങ് വാട്ട് ഈസ് മൈ പർപ്പസ് ഓഫ് ലൈഫ്, automatically all these three things will be coming into place. There will be concentration because I know what I have to do. So there will be concentration. അതേപോലെ തന്നെ എൻ്റെ എനർജീനെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എൻ്റെ വില്ലാണ് പർപ്പസ് ഓഫ് ലൈഫ്. ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ഈസ് മൈ വിൽ, സോ ഐ ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. സോ ഈ രീതിയിൽ നല്ല രീതിയിലേക്കല്ലേ ഒരു പ്രോസ്പർ ആയിട്ടുള്ള ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ലൈഫിലേക്ക് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾക്ക് സാധിക്കും. അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇപ്പം ജസ്റ്റ് കേട്ടിട്ട് വിടരുത്. ഇത് നമ്മളുടെ ലൈഫ് ചേഞ്ചിങ് ലെസൺസ് ആണ്. If you just start practicing all these principles, these 3 simple principles consistently, eventually it will make you a very prosperous personality. Okay, Srini. So that's all. I'm just concluding here. We can discuss. We are having 10 more minutes.